നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 772. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. 38-ാം സർഗം വിഭൂതി വർണ്ണനം. വളരെ, അതായത് ഭഗവത്ഗീതയിൽ പറയുന്ന ഭഗവാന്റെ വിഭൂതികളാണ് ഇവിടെ ആവർത്തിച്ച് പറയണത്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഏറെക്കുറെ 35-ാമത്തെ ശ്ലോകം വരെ പറയേണ്ടായിട്ടുണ്ട്. 35-ാമത്തെ ശ്ലോകം വരെ പറയേണ്ടായി. അതെന്തായിരുന്നു? നക്ഷത്രങ്ങളിൽ ഓണത്തിൽ മുട്ടിയിടും അഭിജിത്തു ഞാൻ. അതായത് ഉത്രാടം കഴിഞ്ഞ് ഉത്രാടത്തിൻ്റെ അവസാന ഭാഗവും തിരുവോണത്തിൻ്റെ ആദ്യ ഭാഗവും കൂടിയിട്ടുള്ളതിനാണ് അഭിജിത്ത് മുഹൂർത്തം എന്ന് പറഞ്ഞത്. അത് കലണ്ടറിൽ നോക്കിയാൽ കാണില്ല. പക്ഷേ അവതാരങ്ങൾ ഒക്കെ നടക്കുന്നത് അതേമാതിരിയുള്ള സന്ദർഭങ്ങളിലാണെന്ന് മനസ്സിലാക്കുക. യുഗങ്ങളിൽ കൃതയുഗം ഉൽപാദകരിൽ നാൻമുഖൻ. അപ്പോൾ ചതുരുഗങ്ങളിൽ വെച്ച് ഞാൻ കൃതയുഗമാണെന്നും പിന്നെ പ്രജകളെ സൃഷ്ടിക്കുന്നതിൽ ബ്രഹ്മാവ് ഞാനാണെന്നും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി 36 മുതൽ 47 വരെ ഈ സർഗം, പിന്നെ 38-ാം സർഗമുണ്ട്, ശ്രദ്ധിക്കുക. 36 ദേവലാസിതരാം ദ്വന്ദ്വം. ദേവലൻ അസിത, ദേവല അസിതരാം ദ്വന്ദ്വം സഹിക്കും ധീരധീരരിൽ. കൃഷ്ണദ്വൈവായനൻ വേദവിഭാഗം ചെയ്യുവോരിൽ ഞാൻ. ദേവലാസിതരാം ദ്വന്ദ്വം സഹിക്കും ധീരധീരരിൽ. കൃഷ്ണദ്വൈവായനൻ വേദവിഭാഗം ചെയ്യുവോരിൽ ഞാൻ വേദവ്യാസനാണെന്ന് പറഞ്ഞു. ക്രാന്തദർശികളിൽ കാവ്യമുനിയാം പുരുഷർഷഭാം. അതാരാ? കാവ്യ ശുക്രാചാര്യരെന്നർത്ഥം. അതും ഞാൻ തന്നെയാണ് പറഞ്ഞത്. ഭഗവാന്മാരിൽ ഞാൻ വാസുദേവൻ, ഭക്തരിൽ അങ്ങുതാൻ. ഭക്തരിൽ ഞാൻ ഉദ്ധവനാണ് എന്ന് പറയണു. ആ ഉദ്ധവരെ നമ്മൾ ബഹുമാനിക്കണ്ടേ? ക്രാന്തദർശികളിൽ കാവ്യമുനിയാം പുരുഷർഷഭ. ഭഗവാന്മാരിൽ ഞാൻ വാസുദേവൻ, ഭക്തരിൽ അങ്ങുതാൻ. വിദ്യാധര സമൂഹത്തിൽ പുകൾ പൂണ്ട സുദർശനൻ. വിദ്യാധരന്മാരിൽ സുദർശനൻ എന്ന് പറയുന്ന ആളാണ് ഞാൻ. ഹനുമാൻ കിൻ പുരുഷന്മാരിൽ, അതായത് ഈ വാനരന്മാർ, കിംപുരുഷന്മാർ, അങ്ങനെ ഉണ്ടല്ലോ, അതിൽ ഞാൻ ഹനുമാനാണ് എന്ന് പറഞ്ഞു. കുശമാം ദർഭജാതിയിൽ, പുല്ലുകളിൽ വെച്ച് കുശം, ദർഭ ഞാനാണ്. കാന്തിയേറുവതിൽ ചന്തണ്ടലർ പൂമൊട്ടതേ വിധം. കാന്തിയേറുവതിൽ, അതായത് ഭംഗിയുള്ളതിൽ, ചന്തണ്ടലർ പൂമൊട്ടതേ വിധം. താമര മുട്ടാന്നാണ് ഞാൻ പറഞ്ഞത്. താമര ഞാനാന്ന് തന്നെ പറഞ്ഞത്. കാന്തിയേറുവതിൽ ചന്തണ്ടലർ പൂമൊട്ട് അതേ വിധം. രത്നങ്ങളിൽ പത്മരാഗം, നവരത്നങ്ങളിൽ പത്മരാഗം ഞാനാണ് എന്ന് പറയണു. പശുവിൻ നെയ്ഹവിസിലും. ഈ പശുവിൻ്റെ നെയ്യ് ഈശ്വരനാണ്, ഭഗവാനാണ് പറഞ്ഞത്. കാരണം യജ്ഞങ്ങൾ ഈശ്വരന് എന്ത് നേദിക്കുകയാണെങ്കിലും ഒരു ചീർപ്പ് പഴം നാളികേരം നേദിക്കാൻ കൊടുത്താൽ കൂടി ഒരു തുളസിയുടെ ഇല ഈ നെയ്പാത്രത്തിലൊന്ന് തൊടിയിച്ച് അതിൻ്റെ മുകളിൽ വെച്ചാലേ അത് ഈശ്വരന് നിവേദ്യയോഗമാവുള്ളൂ. ഇത് നമ്മൾക്കും ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ ആരൊക്കെ വീടുകളിൽ നിവേദ്യം അർപ്പിക്കുന്നുണ്ട് ഭഗവാൻ. അപ്പോൾ സത്യത്തിൽ എന്ത് ചെയ്യണം? ഒരു ചെറിയ ഡബ്ബയിൽ കുറച്ച് നെയ്യ് വാങ്ങിയിട്ട് അവിടെ വയ്ക്കുക. എന്നിട്ട് പഴം നിവേദിക്കുകയാണ്, കൽക്കണ്ടം നിവേദിക്കുകയാണെങ്കിൽ ഒരു തുളസിയുടെ ഇല ഈ നെയ്യിലൊന്ന് മുട്ടിയിട്ട് അതിൻ്റെ മുകളിൽ വയ്ക്കുക. അപ്പോൾ അത് പൂർണ്ണമായി, ഹവിസായി.
ഇല്ലെങ്കിൽ ആവില്ല. അത് ഞാൻ തിരുത്താൻ ഒരു ധൈര്യം കാണിച്ചു എന്ന് മാത്രം. നിങ്ങൾക്ക് വിശാല മനസ്സിലുണ്ടെങ്കിൽ സ്വീകരിക്കാം, അത്രയേ ഉള്ളൂ. താൻ ആരാ അങ്ങനെ ചോദിക്കരുത്. പരമശീലേ ചോദിച്ചിട്ടല്ല, ഞാൻ ഒരു മുഴം നീട്ടി എറിഞ്ഞു എന്ന് മാത്രം. ഇത് കേൾക്കുന്നവരിൽ പല സിദ്ധാന്തക്കാരുണ്ടാവും ഇല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ പറയണു, ലോക വ്യാപാരമേ ശീലമായോരിൽ പണമാണു ഞാൻ. ധനം ഞാനാണെന്ന് തന്നെ പറഞ്ഞത്. ലോക വ്യാപാരം, ഇന്ത്യയിലത്തെ വ്യാപാരം എന്നല്ല പറഞ്ഞത്, ലോക വ്യാപാരം. അതറിഞ്ഞിട്ടുള്ള ആൾക്കാർ ഭരിക്കുക കാരണമാണ് ഇന്ത്യ രണ്ടാമതും മൂന്നാമതൊക്കെ ആവാൻ പോണത്. അതുവരെ ഇന്ത്യയുടെ അഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. പറഞ്ഞു പക്ഷേയോ, ലോക വ്യാപാരം മേശീലിമായോരിൽ പണമാണോ ഞാൻ. കപടന്മാരിൽ മറ്റോനെ ചതിക്കും ദുഷ്ടചിന്തനം. വേറൊരാളെ ചതിക്കണം എന്നുള്ള ദുഷ്ടചിന്ത എൻ്റേത്, ഞാൻ തന്നെയാണെന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാം ഭഗവാനാണെന്ന് പറഞ്ഞാൽ പിന്നെ ആരേനെ നമ്മൾ തെറ്റിദ്ധരിക്കുക? ആരും തെറ്റിദ്ധരിക്കണ്ട, അവനവന് തെറ്റ് പറ്റാണ്ട് നോക്കിയാൽ മതി. എന്നിട്ടോ, സത്വം സ്വാത്വികരായോരിൽ, സ്വാത്വിക ഗുണനദിയിലത്തെ സത്വം ഞാനാണ്. അപ്പോൾ നമ്മൾ ആരാവണം? സാത്വിക ഗുണത്തിൻ്റെ ആൾക്കാരാവണം. അങ്ങനെ പറയാം, പ്രായോഗികമായിട്ട് സത്വഗുണനിധികളായിരിക്കണം നമ്മൾ. സത്വം സാത്വികരായോരിൽ ക്ഷമാശീലർക്കെഴും ക്ഷമ. ക്ഷമയും ഞാൻ തന്നെയാണ് ഭഗവാൻ പറഞ്ഞത്. ബലവാന്മാർക്കു ഞാൻ വീര്യം, ബലവാന്മാർക്ക് വീര്യം ഞാനാണ്. സുശീലർക്കു ശുഭോദ്യമം. സുശീലൻ സുശീല എന്ന് പറഞ്ഞെന്താ? നല്ല ശീലമുള്ളവരെ എന്നർത്ഥം. അതാണ് ആവാം, പെണ്ണാവാം. പെണ്ണിന് സുശീല എന്ന് പറയും, ആണിന് സുശീലൻ എന്ന് പറയും. അപ്പോൾ ശുഭോദ്യമം, നല്ല കാര്യങ്ങൾ ചെയ്യുക സുശീലന്മാർക്കേ പറ്റുള്ളൂ. ശുഭോദ്യമം ഭക്തന്മാർക്ക് നവവ്യൂഹങ്ങളിൽ ഞാൻ വാസുദേവനാം. നവവ്യൂഹങ്ങൾ വാസുദേവൻ ഞാനാണ് എന്ന് പറഞ്ഞു ഭക്തന്മാർക്ക്. എന്നിട്ടോ, അപ്സരസ്സുകളിൽ പൂർവചിത്തി. അപ്സരസ്സുകളിൽ ഞാൻ പൂർവചിത്തി എന്നാണ് എൻ്റെ പേര്. അല്ലെങ്കിൽ അപ്സരസ്സുകൾ പൂർവചിത്തി പറഞ്ഞു, അത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. എല്ലാറ്റിലും മേലെ എന്തുണ്ടോ അതൊക്കെ ഭഗവാനാണ്. എന്നാൽ ചതിക്കപ്പെടുന്നതിൽ ചതി ഭഗവാനാണ്. പറഞ്ഞു പക്ഷേയോ, പൂർവചിത്തി ഗന്ധർവമുഖ്യരിൽ വിശ്വാവസുവാണി ഞാൻ. ഇന്ന് ഒരു 10 മിനിറ്റ് മുമ്പ് മൂലം ഭാഗവത്തിൽ ഇത് പറയണ്ടായി. എന്താ പറഞ്ഞത്? ആദിമ മനു മകളെ വിവാഹം കഴിക്കാൻ വേണ്ടി തപസ്യയായിരിക്കുന്ന കപിലൻ്റെ അച്ഛനാവാൻ യോഗ്യനായ ആഗ്രഹം പറയാം. ഭഗവാന്റെ ആദേശപ്രകാരം മകളെ കൊടുക്കാൻ വേണ്ടി വരുന്നുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എങ്ങനെ നിങ്ങളുടെ മകളേനെ നിരാകരിക്കുക? നിങ്ങളുടെ മകള് കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ പന്തടിച്ച് കളിക്കുമ്പോൾ വിശ്വാവസു എന്ന ഗന്ധർവൻ സ്വന്തം വിമാനത്തിൽ പോകുമ്പോൾ ഇവളെ കണ്ട് ബോധമില്ലാണ്ട് നിലത്ത് വീണു. ആ അത്രയും പ്രൗഢഗംഭീരമായ സ്വഭാവശുദ്ധിയുള്ള ഒരു സ്ത്രീരത്നത്തെ ഞാൻ എങ്ങനെ നിരാകരിക്കും? അതാണ് അതിൽ പറഞ്ഞത്. അപ്പോൾ ഐ ആം വെരി ഹാപ്പി. ഇത് കോറിലേറ്റ് ചെയ്യാൻ സാധിച്ചുവല്ലോ. അപ്പോൾ ഗന്ധർവമുഖ്യരിൽ വിശ്വാവസുവുമാണ് ഈ ഞാൻ. സ്ഥൈര്യമാം പർവ്വതങ്ങളിൽ ഭൂമിയിൽ ഗന്ധമാണ് ഞാൻ. സ്ഥൈര്യമാം പർവ്വതങ്ങളിൽ ഹിമവാനാണ്. ഭൂമിയിൽ ഗന്ധമാണ് ഞാൻ. ഭൂമിയിലെ ഗന്ധം ഭഗവാനാണ്. വെള്ളത്തിൽ മധുരസം, വെള്ളം കുടിക്കുമ്പോൾ ദാഹം മാറുക, ആ രസം ഞാനാണ്. തേജസ്വകളിൽ ഞാൻ അഗ്നി ഭഗവാനാണ്, തേജസ്സാണ്.
ശബ്ദമാം വാനിൽ ആ വിധം, ആകാശത്തിലെ ശബ്ദം ഞാനാണ്. അപ്പോൾ സൂര്യചന്ദ്രാദികളിലെ തിളങ്ങും പ്രഭയാണു ഞാൻ. സൂര്യനിലെയും ചന്ദ്രനിലെയും തിളക്കം എൻ്റെയാണ്. സൂര്യകിരണങ്ങൾ ഞാനാണ്, ചന്ദ്രകിരണങ്ങൾ ഞാനാണ്. വീരന്മാരിൽ പാർത്ഥനാം ഞാൻ, മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനൻ ഞാനാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീരന്മാരിൽ പാർത്ഥനാം ഞാൻ, ബലിയാം വിപ്രഭക്തരിൽ, ബ്രാഹ്മണ ഭക്തിയിലെ ബലി ഞാനാണ്. ആ ബലിനെയാണ് അദ്ദേഹം അനുഗ്രഹിച്ചത്. 3 അടി ഭൂമി വാങ്ങിയിട്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഭക്തിയുടെ രസം എന്താണെന്നുള്ളത് മനസ്സിലാവുക. ഭൂതങ്ങൾക്ക് ഉണ്മ, സത്യം എന്നുള്ളത് ഞാനാണ്. ഭൂതങ്ങൾക്ക് എന്ത് വേണം? ഉണ്മ, സത്യം വേണം, ജീവൻ വേണം. നിലനിൽപ്പ്, അവസാനവും ഓർക്കുകിൽ, നിലനിൽപ്പ് ഞാനാണ്. ഓർക്കുകിൽ കർമ്മജ്ഞാനേന്ദ്രിയ വ്യാപാരങ്ങളും വിഷയങ്ങളും ഞാൻ തന്നെയാണ്, മറ്റൊന്നല്ല അർത്ഥഗ്രഹണ ശക്തിയും. എന്താ പറഞ്ഞത്? കർമ്മജ്ഞാനേന്ദ്രിയ വ്യാപാരങ്ങളും വിഷയങ്ങളും, കർമ്മജ്ഞാനേന്ദ്രിയ വ്യാപാരങ്ങളും വിഷയങ്ങളും ഞാൻ തന്നെയാണ്, മറ്റൊന്നല്ല അർത്ഥഗ്രഹണ ശക്തിയും. ഭാഗവതം ഇപ്പം ഞാൻ പറയുമ്പോൾ എനിക്ക് മനസ്സിലായാലല്ലേ എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് മനസ്സിലാവുക എന്നുള്ളത് ഈശ്വരീയതാണ്, നിങ്ങൾക്കും മനസ്സിലാവുക എന്നുള്ളത് ഈശ്വരീയതയാണ്. അപ്പോൾ ഞാൻ തന്നെയാണ്, മറ്റൊന്നല്ല അർത്ഥഗ്രഹണ ശക്തിയും. ഇനി അവസാനത്തെ ശ്ലോകം 47. ഈ വണ്ണം ഓരോന്നും എടുത്തെടുത്തു ചൊല്ലേണ്ടതില്ല ഉദ്ധവ, മഞ്ഞിടത്തിൽ ഈ ഭൂമിയിലെ വിളങ്ങി നിൽക്കുന്നവയൊക്കെ എൻ്റെ വിഭൂതി മാത്രങ്ങൾ മഹാനുഭാവ. ഈ ഭൂമിയിലെ എന്തിനൊക്കെ ഷൈനിങ് ഉണ്ട്, എന്തിനൊക്കെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്, അതൊക്കെ ഞാനാണ്. ഈ വണ്ണം ഓരോന്നും എടുത്തെടുത്തു ചൊല്ലേണ്ടതില്ല ഉദ്ധവ, മഞ്ഞിടത്തിൽ വിളങ്ങി നിൽക്കുന്നവയൊക്കെ എൻ്റെ വിഭൂതി മാത്രങ്ങൾ മഹാനുഭാവ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ 38 സർഗഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി കറക്റ്റ് 100 പേജുണ്ട്, 102 പേജുണ്ട്. അത് കഴിഞ്ഞാൽ സംഭവാമി യുഗേ യുഗേ ശ്രീകൃഷ്ണ കഥാമൃതം കഴിയും. ഇനി 39 സർഗം തുടങ്ങണം. ഒരു 10 മിനിറ്റ് നമുക്ക് തുടങ്ങണം, അല്ല കഴിക്കണം. ആത്മാനന്ദലാഭം, ആത്മാവ് ആനന്ദിക്കുന്നുണ്ട്, ആ ആത്മാനന്ദം ലാഭം ആണ് എന്ന് മനസ്സിലാക്കുക. 39 സർഗം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എന്തിനിപ്പോൾ ഞാൻ ഇതൊക്കെ ചെല്ലിയിട്ടുണ്ടോ? എൻ്റെ സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ട്. ആത്മാനന്ദലാഭം ഒന്നിനെ മനസ്സിലാക്കുക അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുക. എൻ്റെ ലാഭമാണ് ആത്മാനന്ദലാഭം. ഒന്നുകൂടിയും മോദിടാം അങ്ങയോടു മഹാശയ. ഭഗവാൻ ഉദ്ധവരോട് പറയുന്നു, ഒന്നുകൂടിയും ഓതിടാം, പറയാം അങ്ങയോട് മഹാശയ. ശബ്ദാദി 5 അഹങ്കാരം മഹത്തത്വവും 7 ശബ്ദാദി 5 അഹങ്കാരം. ആകാശത്തിൻ്റെ ഗുണം ശബ്ദം, അങ്ങനെ അങ്ങോട്ട് വരരുത്. അപ്പോൾ ആ ശബ്ദാദി 5 അഹങ്കാരം മഹത്തത്വവും 7
ഭൂമ്യാദി 5 11 ഇന്ദ്രിയം 16 ഇവ ജീവൻ പ്രകൃതി ഈ വണ്ണം 25 തത്വവും. അതിനാണ് പഞ്ചവിംശതി കലശാടുക എന്ന് പറയും ഭഗവാന്. പഞ്ചവിംശതി കലശാടുക ആറാട്ട് കഴിഞ്ഞാൽ പ്രതിഷ്ഠയ്ക്ക്, പ്രതിഷ്ഠാ ദിവസത്തിന് ഒക്കെ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇതൊരു പുണ്യതാന്ത്രിക് ശാസ്ത്രം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ശരീരമെല്ലാം താന്ത്രിക വിദ്യ പോലെയാണ്. അതാണ് ഈ ഷഡാധാരങ്ങളെ ഭേദിച്ച് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാറാവുന്നൊക്കെ പറയണത്. പക്ഷേ അപ്പോൾ ഭൂമ്യാദി 5 11 ഇന്ദ്രിയം 16 ഇവ ജീവൻ പ്രകൃതി വണ്ണം 25 തത്വവും സത്വാദി ത്രിഗുണം പ്രാകൃതികം ബ്രഹ്മം ഇതൊക്കെയും ഞാൻ തന്നെ ഇവ തൻ തത്വജ്ഞാനം എന്നതുമാകയാൽ A to Z ശരീരത്തിൽ കാണുന്ന പ്ലസ് ഒക്കെ ഭഗവാനാണ്. ഞാൻ തന്നെ ഇവ തൻ തത്വജ്ഞാനം എന്നതുമാകയാൽ ആദരിക്കണമേതേതും എൻ വിഭൂതികൾ മാത്രമം. നമ്മൾ ഒന്നും വിട്ടുകളയരുത്. എല്ലാ വിഭൂതികളെയും ആദരിക്കണം, കള്ളനെയും ആദരിക്കണം. കാരണം എന്താ? കള്ളത്തരം ഭഗവാനാണ്. യശോദമ്മയോടും അമ്പാടിയിലുള്ളവരോട് ഭഗവാൻ എത്ര കള്ളത്തര കാണിച്ചതല്ലേ. പക്ഷേ അത് മറ്റുള്ളവർക്ക് ഭക്തി വർദ്ധിപ്പിക്കുന്ന രീതിയിലായിരുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത്. ആദരിക്കണം ഏതേതും എൻ വിഭൂതികൾ മാത്രമാം, എന്നാൽ ഇത് അല്ലാതെ അവ ഞാനല്ലെന്നോർക്കരുതൽപ്പവും. എന്നാൽ ഇത് അല്ലാതവ ഈ 25 അല്ലാത്തത് ഞാൻ തന്നെയാണ്, ഞാനല്ല എന്ന് വിചാരിക്കരുത് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇതല്ലാതവ ഞാനല്ലെന്നോർക്കരുതൽപ്പവും. സർവപ്രേരകനും നമ്മുടെ മനസ്സിൽ ഒരറ്റക്കഴായ ചാടണോ ഇറങ്ങിക്കിടക്കണോ എന്ന് പ്രേരണ ആരാ പറഞ്ഞു തരുന്നത്? പാമ്പിനെ കണ്ടാൽ അടുത്ത് ചെല്ലരുത് എന്ന് ആരാ പ്രേരണ തരുന്നത്? ജഗദീശ്വരൻ, ഈശ്വരനാണ്. എന്നിട്ട് ഈശ്വരൻ എനിക്കൊന്നും തന്നില്ല എന്ന് പറഞ്ഞാൽ എത്ര അബദ്ധമുണ്ട്. അപ്പോൾ പറഞ്ഞു സർവപ്രേരകനും സർവാത്മാവും ഞാൻ തന്നെയാകയാൽ ജീവനോട് ഈശ്വരനോടും ചേരായിൽ ചേതനാത്മകം ഭാവമെന്തുണ്ട്? ഒരു ചോദ്യം ചോദിക്കുകയാണ്. ജീവൻ ഈശ്വരനോട് ചേരായിൽ ചേതനാത്മകം ഭാവം എന്തുണ്ട്? ഒരു ചുക്കുല്ല. പിണം, ശരീരം പിണവും. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുമ്പോൾ മോക്ഷത്തെ നേടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതെങ്ങനെ? അതിനായിട്ട് മരിക്കരുത്. അവനവൻ്റെ കടമകളും കടപ്പാടും ചെയ്ത് ഈശ്വരനെ നമുക്ക് മോക്ഷം തരണം എന്ന് തോന്നിപ്പിക്കണം, പറയണം. അങ്ങനെയാണ്. കാരണം നിഷ്കാമകർമ്മമാണ് ഉത്തമം. മോക്ഷത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം മധ്യമാവണുള്ളൂ. അതാ പറയണത്. അതുകൊണ്ടാണ്. അപ്പോൾ ജീവനോട് ഈശ്വരനോടും ചേരായകൾ, ജീവനോട് ഈശ്വരനോടും ചേരായിൽ ചേതനാത്മകം ഭാവമെന്തുണ്ട്? സത്വാദി മഹതാദികളെന്നീയേ ജഡാത്മകവും ഇങ്ങൽ ഇല്ല എങ്ങും എന്തും ഞാൻ തന്നെയാം സഖേ. ജഡം എന്നുള്ളതില്ല ശരിക്ക്. അത് ആത്മാവിൻ്റെ ഡിഗ്നിറ്റി അറിയാൻ വേണ്ടി പറയണമെന്ന് മാത്രം. സത്യത്തിൽ എന്തും ഞാൻ തന്നെയാം സഖേ. ഗുണവും ഗുണിയും ക്ഷേത്രജ്ഞരും അതേവിധം. ഗുണവും ഞാനാണ്, അത് അനുഭവിക്കുന്നവനും ഞാൻ തന്നെയാണ്. ശ്രദ്ധിക്കണം. ക്ഷേത്രജ്ഞരും അതേവിധം. ക്ഷേത്രവും ഞാനാണ്, ക്ഷേത്രജ്ഞനും ഞാനാണ്. ശരീരവും ഞാൻ തന്നെയാണ്, അതിലുള്ള ആത്മാവ് ഞാൻ തന്നെയാണ്. ജീവേശ്വരന്മാരും ഈ ഞാൻ തന്നെ ആണ്, ഓർത്തുകൊള്ളുക. ജീവേശ്വരന്മാരും, ജീവനും ഈശ്വരനും ഒക്കെ ഞാൻ തന്നെ. സംക്ഷേപിച്ചരുൾ ചുര ചെയ്തേൻ ഞാനൊരു മട്ടൻ വിഭൂതികൾ.
സംക്ഷേപിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു മട്ടൻ വിഭൂതികൾ പരമാണുക്കളെ നീടാമാവതല്ല ഒരു കാലവും. പരമാണുക്കളെ എണ്ണി തിട്ടപ്പെടുത്താം, എന്നാൽ എൻ്റെ വിഭൂതികളെ തിട്ടപ്പെടുത്താൻ പറ്റില്ല എന്നാ. അപ്പോൾ സംക്ഷേപിച്ചരുൾ ചെയ്ത് ഞാൻ ഒരു മട്ടൻ വിഭൂതികൾ പരമാണുക്കൾ എണ്ണിടാം ആവതല്ല ഒരു കാലവും. അണ്ടകോടികൾ നിർമ്മിക്കും എൻ വിഭൂതികൾ എണ്ണുവാൻ. ഭഗവാന്റെ വിഭൂതികളെപ്പറ്റി എനിക്ക് അറിയുമെന്ന് പറഞ്ഞാൽ ഞാൻ മണ്ടശിരോമണിയാവും. അതാണ് മന്ദശിരോമണിയാവും. അതിനുള്ള കാര്യം ചെയ്യരുത്, നമ്മൾ ഒക്കെ അറിയുമെന്ന് പറയരുത്. അതുകൊണ്ടാണ് പറഞ്ഞത് അണ്ടകോടികൾ നിർമ്മിക്കും എൻ വിഭൂതികൾ എണ്ണുവാൻ. ത്യാഗം, സൗഭാഗ്യം, ഐശ്വര്യം, കീർത്തി, ജ്ഞാനങ്ങൾ എന്നിവ എടുത്തെടുത്ത് പറഞ്ഞു. ത്യാഗം വലിയൊരു അനുഗ്രഹമാണ്. ത്യാഗം ചെയ്യാൻ സാധിക്കുക, നമ്മുടെ സമയം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുക. ഒരിക്കലും ഒരാളോട് സമയമില്ല എന്ന് പറയരുത്. ഞാനത് പ്രയോഗത്തിൽ കൊണ്ടുവന്നു. എന്നോട് ഒരാൾ പറഞ്ഞു എനിക്കായിട്ട് ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു. ഓ ശരി, കമോൺ. ഇല്ലെങ്കിൽ ഞാൻ പറയണതിൽ കഴമ്പില്ലാണ്ടാവും, പ്രമോഷനുണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ പറഞ്ഞു ത്യാഗം, സൗഭാഗ്യം, ഐശ്വര്യം, കീർത്തി, ജ്ഞാനങ്ങൾ എന്നിവ. അപ്പം എന്തൊക്കെയായി? ത്യാഗം, സൗഭാഗ്യം, ഐശ്വര്യം, കീർത്തി, ജ്ഞാനം. 3, 2, 5 പ്രകാശിക്കുവതേതേതും എൻ വിഭൂതികൾ തന്നെയാം. അതും ഭഗവാൻ ഞാൻ തന്നെയാണെന്നാണ് പറഞ്ഞത്. പ്രകാശിക്കുവതേതേതും എൻ വിഭൂതികൾ തന്നെയാം. എന്നാൽ ഈശ്വരമാഹാത്മ്യമേതും കാണാതെ കേവലം. ഈശ്വരൻ്റെ മാഹാത്മ്യം കാണാതെ കേവലം രാഗദ്വേഷാദിഭാവങ്ങൾ ഉൾത്തിങ്ങിടുക കാരണം ലൗകിക വ്യവഹാരത്തിൽ മാത്രം മുഴുകിടും ജനം. ആധ്യാത്മിക വൃത്തികളില്ലാതെ കണ്ട് വെറുതെ ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി അമ്മ, അച്ഛൻ, മകൻ, ഭാര്യ, ശത്രുമിത്രങ്ങളിങ്ങനെ അതാതാൾക്കുള്ള ഭാവങ്ങൾ മാത്രം കണ്ടു രസിക്കയാം. അതായത് ലൗകികത്തിലുള്ള ആൾക്കാരെ എന്നെ മനസ്സിലാക്കാണ്ട് അമ്മ, അച്ഛൻ, മകൻ, ഭാര്യ, ശത്രുമിത്രങ്ങളിങ്ങനെ അതാതാൾക്കുള്ള ഭാവങ്ങൾ മാത്രം കണ്ടു രസിക്കയാം. അവിടെ നിർത്താം. അവിടെ നിർത്തണം, വേറെ നിവൃത്തിയില്ല. മഴ, സന്ധ്യാസമയം, വിളക്ക് വയ്ക്കേണ്ട സമയമായി. അതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞാൽ അമ്പലത്തിൽ കൊട്ടുംപാട്ട്, പിന്നെ എന്താണെന്ന് പറയുക, കൂത്തായി, ചാക്യാർ കൂത്തായി, മനസ്സിലായില്ലേ? അപ്പോൾ ഒരാഴ്ചയല്ലേ ഉള്ളൂ, കഴിയാറായി. ഇന്ന് 3-ാം ദിവസമായിരുന്നു. അപ്പോൾ ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതോടുകൂടി നമ്മുടെ പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.